കല്ലാറിലൂടെയുള്ള മനോഹരമായ കുട്ടവഞ്ചി സവാരി. കാടിന്റെ പച്ചപ്പും കല്ലാറിന്റെ തെളിമയും തേടി ദിവസേന നൂറുകണക്കിന് പേരെത്തിയിരുന്ന ഇടം. വേനലവധിക്കാലത്ത് ഏറെ പേർ എത്തേണ്ടിയിരുന്ന കേന്ദ്രത്തിന് മുന്നിൽ ഇപ്പോൾ അവധി അറിയിച്ച് ബോർഡ് വെച്ചിരിക്കുകയാണ്. 60 വയസ്സ് പിന്നിട്ടവർ ജോലിയിൽ തുടരേണ്ടതില്ല എന്ന വനം വകുപ്പ് തീരുമാനത്തെ തുടർന്നാണ് സമരം തുടങ്ങിയത്. കുട്ടവഞ്ചി തുഴച്ചിൽക്കാരടക്കം ഇക്കോ ടൂറിസം സെന്ററിലെ 11 പേരാണ് തീരുമാനപ്രകാരം ജോലിയിൽ നിന്നും നീക്കി നിർത്തപ്പെട്ടത്. ഇത് പബ്ലിക് സർവീസ് കമ്മീഷൻ വിദ്യാഭ്യാസ യോഗ്യത നോക്കി അതിൻ്റെ ഇൻ്റർവ്യൂ ടെസ്റ്റും നടത്തി നിയമിച്ചവരല്ല. ആ പ്രദേശവാസികൾക്ക് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ജോലിയും വനത്തോടും വനസംരക്ഷണത്തിനുള്ള ഒരു ആഭിമുഖ്യം ജനങ്ങളിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു പദ്ധതിയാണല്ലോ VSSും അതേപോലെ എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ വരുമാനദായക സംരംഭം സംരക്ഷിച്ചു പോകേണ്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇടങ്കോലിട്ടുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ശരിയല്ല. നോട്ടീസ് ചെയ്ത് നൽകാതെയായിരുന്നു പിരിച്ചുവിടൽ. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർവീസിലുള്ളവരുടെ പെൻഷൻ പ്രായമടക്കം വനം വകുപ്പ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. സഞ്ചാരികളുടെ സുരക്ഷയെന്ന പ്രധാന വിഷയം കൂടി വകുപ്പ് എടുത്തു കാണിക്കുന്നുണ്ട്. 25 തുഴച്ചിൽക്കാരും 34 ഇതര ജീവനക്കാരുമടക്കം 59 പേരാണ് അടവിയിൽ ജോലി ചെയ്തു വരുന്നത്. തണ്ണിത്തോട്, മണ്ണീറ, എലിമുള്ളം പ്ലാക്കൽ വനസംരക്ഷണ സമിതിയിലെ അംഗങ്ങളാണിവർ. സവാരി ഒന്നിന് നിരക്ക് 600 രൂപയാണ്. സാധാരണ ദിവസങ്ങളിൽ തന്നെ ചുരുങ്ങിയത് 50 മുതൽ 75 വരെ സവാരികൾ ഉണ്ടാകും. ഇങ്ങനെ കണക്കാക്കുമ്പോൾ കേന്ദ്രം അടച്ചിടുന്നത് വഴി ഏറ്റവും ചുരുങ്ങിയത് വനം വകുപ്പിന് ഒരു ദിവസത്തെ നഷ്ടം 3 ലക്ഷം രൂപയാണ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.